മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അത് വല്ലാത്തൊരു അനുഭവമാണ്. നമസ്കാരം അസ്ലമക്ക. അതുപോലെ എല്ലാവർക്കും നമസ്കാരം. എമോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് മേട്ടുപ്പാളയത്ത് നിന്നും ട്രെയിൻ വഴി നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്രയുടെ ആണ് ഈ വീഡിയോ. നമ്മൾ നാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും കാറിൽ മേട്ടുപ്പാളയത്തെത്തി. അങ്ങനെ നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ ബൈക്കായാലും കാറായാലും ഇവിടെ സ്റ്റേഷനിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നു. അപ്പോൾ 7:10 ട്രെയിനിന് കുറച്ച് സമയമുള്ളതുകൊണ്ട് നമ്മൾ നീലഗിരി മൗണ്ടൻ ട്രെയിനിൻ്റെ ഒരു മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യാണ്. അവിടെ ഒരുപാട് ഉപകരണങ്ങൾ പണ്ട് മുതൽ ബ്രിട്ടീഷ് കാലം മുതൽ റെയിൽവേ യൂസ് ചെയ്തിട്ടുള്ള ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരണങ്ങളൊക്കെ കണ്ട് നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ ഓൺലൈനിൽ IRCTC ഓൺലൈൻ ബുക്കിങ്ങിലൂടെ നമ്മൾ ടിക്കറ്റ് കുറച്ച് നാൾ മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആദ്യം വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ അത് കൺഫേം ആയ ടിക്കറ്റ് കൊണ്ട് യാത്ര ചെയ്യുന്നതായിരിക്കും സുഖകരം. കാരണം ഈ ട്രെയിനിന് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് ഒരു ട്രാക്കായ കാരണം നമുക്ക് ടിക്കറ്റ് കൺഫേം ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. സ്റ്റേഷനിലും ടിക്കറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഫാമിലിയൊക്കെയായിട്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഓൺലൈനിൽ കൺഫേം ചെയ്തിട്ട് യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അങ്ങോട്ട് ട്രെയിനിൽ പോയിട്ട് തിരിച്ച് ബസ്സിനോ ടാക്സിക്കോ വരാനുള്ള ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും ട്രെയിനിന് തന്നെ വരാം. ഇവിടുന്ന് ട്രെയിനിന് ഓൾമോസ്റ്റ് ഒരു 4-4.5 മണിക്കൂറാണ് ഊട്ടിയിലേക്ക് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് കോച്ചിലാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് റിസർവ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്.
ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും, നോർമൽ സെക്കൻഡ് സിറ്റിംഗ് ഉണ്ടാവും. ഫസ്റ്റ് ക്ലാസ്സിൽ അത്യാവശ്യം കുറച്ച് ലഗേജസ് നമുക്ക് സീറ്റിൻ്റെ താഴെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിലൊരു കൂപ്പ പോലെയാണ് വരിക. ആ കൂപ്പയിൽ നമുക്ക് എക്സാക്ട്ലി 6 പേർക്ക് ഇരിക്കാൻ പറ്റും. 6 അല്ല 8 പേർക്ക് ഇരിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ ഒരു കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ട്രെയിൻ പുറപ്പെടാറായി. ഈ ട്രെയിൻ 7:10 എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നതിന് മുന്നേ ട്രെയിൻ അറ്റൻഡർ വന്നിട്ട്, ഗാർഡ് വന്നിട്ട് ഈ എല്ലാ കോച്ചസിൻ്റെയും ഡോറ് ക്ലോസ് ചെയ്യും. കാരണം ആരും ഇറങ്ങി പോകാതിരിക്കാനും എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്യും. കാരണം അവിടെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ വന്ന് കോച്ചിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത് ഡോറെല്ലാം ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ട്രെയിൻ പുറപ്പെടുള്ളൂ. അതുപോലെ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മുടെ അറ്റൻഡർ വന്നിട്ട് അല്ലെങ്കിൽ ഗാർഡ് വന്നിട്ട് എല്ലാ കോച്ചിൻ്റെയും ഡോറ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനും വാഷ്റൂമിൽ പോകാനൊക്കെ സൗകര്യമുണ്ട്. അങ്ങനെ കല്ലാർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് വണ്ടി യാത്രയാവാണ്. വീണ്ടും ഗാർഡ് വന്നിട്ട് എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്തു. അങ്ങനെ വണ്ടി പതുക്കെ പതുക്കെ ഊട്ടീനെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ട്രെയിൻ പതുക്കെ പതുക്കെ മല കയറി കാടിൻ്റെയും മലകളുടെ ഇടയിൽ കൂടെ ഊട്ടീനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കും. ഓരോരോ സ്റ്റേഷനിലെത്തുമ്പോഴും നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനും ഓരോരോ വ്യൂ പോയിന്റുകളിലും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് കയറി പോകുമ്പോൾ. മേട്ടുപ്പാളയത്ത് നിന്ന് ദൂരം കൂടിക്കൂടി നമ്മൾ ഊട്ടിയിലേക്ക് എത്തും തോറും തണുപ്പ് കൂടിക്കൂടി വരും. നല്ല തണുത്ത കാറ്റും പല കൃഷികളുടെ കാഴ്ചകളും, കാപ്പി, ചായ, ക്യാരറ്റ്, ആ കൃഷി തോട്ടങ്ങളെല്ലാം കണ്ട് ട്രെയിൻ പതുക്കെ പതുക്കെ ഓരോ കുന്നുകളും കയറി കയറി ഊട്ടിയെ ലക്ഷ്യമാക്കി നമ്മൾ പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്.
അങ്ങനെ നമ്മൾ കുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ വെച്ചിട്ട് എൻജിൻ ചേഞ്ച് ചെയ്യും. ഇത്രയും നേരം നമ്മൾ വന്നത് കൽക്കരി എൻജിനാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഊട്ടിയിലേക്ക് എൻജിൻ ഡീസൽ എൻജിനായിരിക്കും. അങ്ങനെ എൻജിൻ ചേഞ്ച് എല്ലാം കഴിഞ്ഞ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ വെല്ലിംഗ്ടൺ, KT അങ്ങനെയുള്ള സ്റ്റേഷനുകളെല്ലാം കഴിഞ്ഞ് ഊട്ടിയെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ട്രെയിന് ഊട്ടി എത്തി. ഏതാനും നിമിഷങ്ങൾക്കകം ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഊട്ടി എത്തി. അങ്ങനെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗുഡ് ബൈ.